Hi dears, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ ചൂടോടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്യാൻ ഇരുന്ന സമയത്ത് വോയിസ് ഓവർ എടുക്കാൻ ഇരുന്ന സമയത്ത് ഒരു ചെറിയൊരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാക്കിലേക്ക് വന്നില്ലെങ്കിൽ പറ്റില്ലല്ലോ. അതല്ലേ ജീവിതം എന്ന് പറയണത് അല്ലേ? ഷോ മസ്റ്റ് ഗോ ഓൺ എന്നല്ല. അപ്പം നമ്മൾ വിചാരിക്കണ പോലെ തന്നെ അങ്ങനെ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ശനിയാഴ്ചത്തെയും ഇന്ന് ഞായറാഴ്ചത്തെയും കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇത് നമ്മളെ പണി ഇതാ ഇവിടെ വരെയാണ് എത്തിയത്. വർക്ക് ഏരിയേൻ്റെതൊക്കെ കെട്ടി റെഡിയാക്കി. ഇനിയിപ്പം ഈ വാർപ്പുമായിട്ട് അങ്ങോട്ട് ഗ്രിൽസ് വെച്ചിട്ട് അങ്ങോട്ട് കുടിക്കാൻ മതി. ഇനിയിപ്പോൾ നമ്മളെ ബാത്റൂമിൻ്റെതുണ്ടല്ലോ, അങ്ങോട്ടുള്ള പുറത്തെ ബാത്റൂമിൻ്റെ പണിയിൽ കുറച്ചും കൂടി കെട്ടി കൊടുക്കാനുണ്ട്. അത് ഉയരത്തിൽ കെട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് പണി ബാക്കിയുണ്ട്. അതിനിപ്പോൾ തിങ്കളാഴ്ച പണിക്കാർ വന്നിട്ടേ എടുക്കുകയുള്ളൂ. കട്ടയൊക്കെ ഇറക്കണം. അപ്പോൾ അതിൻ്റെ ഇടക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പോകണം പണീൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ബാക്കിൽ ആ കെട്ടിയ ഭാഗങ്ങളും കൂടി ഒന്ന് തേച്ചെടുക്കാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കട്ടെ. അതുവരെയാണ് നമ്മളെ ബഡ്ജറ്റിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെല്ലെ നമുക്ക് പയ്യെ തിന്നാ പനിയും തിന്നാന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെല്ലെ അങ്ങനെ എടുത്തു പോരാ. അത്രയൊക്കെയാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതാ അപ്പോഴത്തേക്ക് ഞാൻ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അലക്കിയത് കുറേ വെയിലിൽ നിന്ന് കണ്ടപ്പോൾ കുറേ കൊണ്ടുപോയിട്ട് ആറിയിട്ടിനി കേട്ടോ. ചെറിയൊരു കുളിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തണുപ്പുള്ളതൊക്കെ നന്നായിട്ട് ഉണങ്ങാത്തൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി മേലെ കൊണ്ടുപോയി ഒന്ന് ആറിട്ടിനി. അപ്പോൾ കുറേ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി എടുത്ത് താഴോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് മേലെ തന്നെ നിന്നിട്ട് അതൊക്കെ ഒന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിലേ വെള്ളിയാഴ്ച ആകുമ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ വിളി വരും. ഈ ആഴ്ച ഞങ്ങൾ വരുന്നുണ്ടോ? വെള്ളിയാഴ്ച രാത്രിയാണ് വരുന്നത്, ഞായറാഴ്ചയാണ് വരുന്നത്, ശനിയാഴ്ച രാവിലെ അങ്ങോട്ട് വരും, ഇങ്ങനെ ചോദിച്ച് വിളിക്കാൻ തുടങ്ങും കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ അച്ഛൻ തുടങ്ങും. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അമ്മ ആ ഒരു തുടക്കം അങ്ങോട്ട് മുറുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ കുറച്ചായല്ലോ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ അച്ഛനമ്മക്ക് പൂതിയാണ് ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അന്ന് തന്നെ അങ്ങോട്ട് പോകും വേണം. അപ്പോൾ എന്തായാലും ക്ഷീണമാവും അച്ഛനമ്മക്ക്. ഇപ്പോൾ പണ്ടത്തെ ഭാര്യയൊന്നും അങ്ങനെ വരാനും പോകാനൊന്നും പറ്റില്ല. രണ്ടാക്കും ഭയങ്കര ക്ഷീണത്തിൻ്റെ ആൾക്കാരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവലാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ വരാം. അപ്പം അടുത്ത ആഴ്ച നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ചയും അതുപോലെ തന്നെ പണിക്കാരും. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക മൂഡ് ഓഫിലേനി രണ്ടാളും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പണിക്കാരോട് ചോദിച്ച സമയത്ത് ഒരു ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച വരാം, ഞായറാഴ്ച ലീവാണെന്ന് പറഞ്ഞപ്പം ചെറിയൊരു പ്രതീക്ഷ എന്നിൽ മൊട്ടിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ മൊട്ടിട്ട പ്രതീക്ഷയും കൊണ്ട് ഏട്ടൻ്റെ അടുത്ത് ചെന്ന് ഞാൻ. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ നമുക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം ശനിയാഴ്ച ദിവസത്തെയാണ് കേട്ടോ ഞാൻ പറയണത് കഥ. അപ്പോൾ ശനിയാഴ്ച ദിവസം ഞാൻ വൈകുന്നേരം ചോദിച്ചു ചേട്ടാ പണിക്കാരൊക്കെ പോയില്ല, അപ്പം നമുക്കൊന്ന് വേഗം അവിടെ പോയിട്ട് ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാം. ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ഏട്ടനോട് പോയി പറഞ്ഞു. അതാ കിടക്കുന്നത് താഴെ. പിന്നെ മൊത്തത്തിൽ സങ്കടപ്പാടും ഒന്നും പറയണ്ട. തിങ്കളാഴ്ച പണിക്കാരെത്തുമ്പോഴത്തേക്ക് കട്ട ഇറക്കണ്ടേ, കല്ലിറക്കണ്ടേ, സിമൻ്റ് ഇറക്കണ്ടേ, ബാക്കിയുള്ള മെറ്റലും കാര്യങ്ങളും ഇറക്കണ്ടേ. അണക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും ഓർമ്മയില്ല. ആ ഒരു സ്ഥിതിയിലേനുള്ളത്. ഞാനതത്ര ആലോചിച്ചിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ മതി. അപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ ഇവർ 7:30 ആകുമ്പോഴത്തേക്ക് പണിക്കെത്തി കഴിഞ്ഞാൽ പിന്നെ കട്ട ഇറക്കിയതില്ല. അപ്പം കട്ടയൊക്കെ അതിന് മുമ്പേ ഇറക്കി വെക്കണ്ടേ. പിന്നെ ഏട്ടൻ പറയണേലും കാര്യം ഇല്ലാണ്ടില്ല. ഞാനത് ചിന്തിച്ചിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേലേക്ക് ധാറിടാനൊക്കെ എടുത്തിട്ട് ഞാൻ പോയത്. അവിടുന്ന് ഞാൻ ഫോണിൽ പാട്ടൊക്കെ കേട്ട് മടക്കി വെച്ച് അതൊക്കെ ആറിയിട്ട് എല്ലാം കൂടി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ കിടക്കണേ അച്ഛനും മക്കളൊക്കെ നല്ലോണം മാറ്റി റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞാൻ വരുന്നുണ്ടിട്ട് ഏട്ടൻ ചോദിച്ചു അല്ല ഇജ്ജി വരുന്നില്ല ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞിട്ട്. അപ്പം ഇത് പിന്നെ ഇവിടെ പുത്തരിയുള്ള കാര്യമല്ല. ഞാൻ ഈ ചോറും കറിയും എൻ്റെ ചോറും കറിയൊക്കെ രാവിലെ ആവുന്ന നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർ എണീറ്റ് വന്നാൽ ഏട്ടൻ്റെ ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ കോഴിക്കോട് പോവാണ് കേട്ടോ ഇജ്ജി വരുന്നുണ്ടോ എന്ന്. എന്നിട്ട് ഞാൻ എന്താക്കൂ ഈ ഉച്ചക്കത്തേക്കുള്ള അത് കുറച്ച് നേരത്തെ അല്ലെങ്കിൽ തലേന്ന് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നാളെ കോഴിക്കോട് പോകട്ടെ എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാനിത് ഈ ഉണ്ടാക്കിയ സംഗതികൾ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഉച്ചക്കത്തേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്നിട്ട് തറവാട്ട് കൊണ്ടുകിടക്കും. ചില സമയം അടുത്തമ്മയും ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ആ രാവിലെ ആകുമ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ അങ്ങനെ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് ഭക്ഷണം ഇട്ടാളാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കും. ഇപ്പോൾ അടുത്തമ്മൊക്കെ വെച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അമ്മനോട് വിളിച്ചു പറയും. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ എടുത്തിട്ടാണ് വരുന്നതെന്ന് വിളിച്ചു പറയും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അത് പിന്നെ എനിക്ക് പുത്തരിയല്ല. അപ്പം ഞാൻ അങ്ങനെ തീരെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു പോക്കായി പോയിട്ടോ. അപ്പം ഭയങ്കര സന്തോഷം. നമ്മളെ സന്തോഷം ഇരട്ടിയാവല്ലോ. നമ്മൾ മനസ്സുകൊണ്ട് എന്നാൽ മതി പോണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ എന്നാൽ മാറ്റിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ സന്തോഷം ഒരു ഇരട്ടി സന്തോഷമാണല്ലോ.
അപ്പോൾ എന്തായാലും വേഗം പിന്നത്തെ പാക്കിങ്ങിൻ്റെ കാര്യത്തൊന്നും പിന്നെ പാക്കിംഗ് ആയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം പോയി ഞായറാഴ്ച ഉച്ചയാകുമ്പോഴത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങോട്ട് ഇറങ്ങാനുള്ളതാണ്. അപ്പം പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാനാവില്ല കേട്ടോ മക്കളെ. കാറ് നിറച്ചും ഉണ്ടാവും സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കൈ കിട്ടിയത് അതും ഇതൊക്കെ വാരി കുത്തി കാറിലിട്ട് അങ്ങനെ ഞങ്ങളിതാ പോവാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനോടും അമ്മനോടും പറഞ്ഞില്ല, ഓർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, എനിക്കിപ്പോൾ ഈ കിട്ടിയ പോലെ ആ ഒരു ഇരട്ടി സന്തോഷം ഓർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേനി കേട്ടോ. അപ്പോൾ അനിയത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞിനി. അപ്പോൾ ഓള് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഓള് ശനിയാഴ്ച അങ്ങോട്ട് രാവിലെ വന്നതാണ്. പിന്നെ ഇതുപോലെ പറയാണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണ്. പക്ഷേ അത് ഞങ്ങളിപ്പോൾ ഒന്നെങ്കിൽ അധികം അനിയൻ ഇങ്ങനെ ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞങ്ങളെല്ലാവരും കൂടി കൂടുന്ന സമയത്ത് അനിയൻ്റെ വകയാണ്, ഓൻ ഓർഡർ കൊടുത്തിട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് നമുക്ക് അൽഫാം വേഗം ഉണ്ടാക്കി കഴിയുമല്ലോ. അപ്പോൾ ചിക്കനും വാങ്ങി അതിൻ്റെ അൽഫാമിൻ്റെ മസാലയും വാങ്ങിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാം, വേഗം പണി കഴിക്കാം. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ പൊറാട്ടയും വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നേരം വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തന്നെ ഒരു 5:30-5:45 ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് ഇനി കുറച്ച് സമയത്തേക്ക് ഫുള്ള് സ്നേഹപ്രകടനത്തിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും. വരുമ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണീരും പോകുമ്പോൾ സങ്കടത്തിൻ്റെ കണ്ണീരും. അതാ പിന്നെ അമ്മക്ക് നിർബന്ധമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വീട്ടിലെത്തി. അപ്പോൾ അനിയത്തി ഇതാ ഗേറ്റൊക്കെ തുറന്ന്, അപ്പോൾ അമ്മ അടുക്കളയിലിട്ടാണ് തോന്നുന്നത്, ഇതാ ഓടി വരുന്നുണ്ട്. കുറേ ആയി എനിക്ക് തോന്നുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടേക്ക് വന്നിട്ട്, 1-2 മാസം ആയി തോന്നുന്നു ഇവിടേക്ക് വന്നിട്ട്. അപ്പോൾ കുറേ ഒരു ഗ്യാപ്പ് പോലെ. അപ്പോൾ എനിക്കാണെങ്കിലും അതുപോലെ അമ്മ ചിലപ്പോൾ അച്ഛനമ്മ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയണതിനെ കൊണ്ടായിരിക്കും കേട്ടോ, നിങ്ങളെ കാണുന്നില്ലല്ലോ, കാണാൻ പുതിയ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എത്രയും, പക്ഷേ കുറേ ആയി കാണാണ്ട് കാണുന്ന ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ കുറേ നേരത്തേക്ക് പിന്നെ ക്യാമറേൻ്റെ ഒക്കെ നമ്മളോട് തന്നെ മറന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ മറന്നുപോയി. അതൊക്കെ കഴിഞ്ഞ് കുറച്ചെങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അല്ല ചിക്കൻ കൊണ്ടുവന്നില്ലേ അൽഫാം ഉണ്ടാക്കാൻ, അതങ്ങോട്ട് വിട്ടുപോയത് സംഗതി കിട്ടാം. പിന്നെ എന്താക്കി നമ്മളെ വർത്താനം പറച്ചിലും പണിയും അങ്ങോട്ട് അടുക്കളയിൽ നിന്ന് നടക്കല്ല. അപ്പോൾ അങ്ങനെ വേഗത അടുക്കളയിലേക്ക് പോന്നിട്ട് നമ്മൾ അൽഫാമിൻ്റെ പണികൾ ചെയ്യുകയാണ്. പണിയെന്നൊന്നും പറയാനില്ല, അൽഫാമിൻ്റെ കഷ്ണമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കഷ്ണമാക്കിയിട്ട് ഒരു മുറിച്ച് തരുമല്ലോ, ചിക്കൻ പീടിയെന്ന് പറഞ്ഞാൽ മതി. അതിപ്പോൾ അൽഫാമിൻ്റെ കഷ്ണമായിട്ട് ഇതുപോലെ മുറിച്ച് തരും. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അൽഫാമിൻ്റെ റെഡിമെയ്ഡ് മസാല വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ മസാലയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേനി. അപ്പോൾ അത് 1 കിലോൻ്റെ മസാല എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. 100 ഗ്രാം 1 കിലോന് എന്നുള്ള കണക്കാണ്. പക്ഷേ 100 ഗ്രാമിൻ്റെ ആ ഒരു പാക്ക് ഞാനിപ്പോൾ ഞങ്ങൾ 2 കിലോ ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ 2 കിലോയിലേക്ക് കണക്കാണ് കേട്ടോ, ശരി റെഡിയാണ്. അപ്പോൾ 100 ഗ്രാമിൻ്റെത് 1 കിലോനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് അധികമായിരിക്കും, മസാല അധികമായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു കുത്തുന്ന മസാലേൻ്റെ ഒരു കുത്തുന്ന ഒരു ചൊയ വരും. അപ്പോൾ ഇത് കണക്കാണ് കേട്ടോ സംഗതി. 100 ഗ്രാമിൻ്റെത് 2 കിലോയിലേക്ക് കറക്റ്റാണ്. അപ്പോൾ 1 കിലോനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ. അധികം ആൾക്കാർക്കും അറിയണതായിരിക്കും ഇതുപോലെ റെഡിമെയ്ഡ് മസാലപ്പൊടി വാങ്ങിയിട്ട് നമ്മൾ അൽഫാം ഉണ്ടാക്കണത്. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തിനാ നമ്മൾ വെറുതെ ഒരു മനസ്സമാധാനം ഇല്ലാണ്ട് കുറേ പൈസ എണ്ണി കൊടുത്തിട്ട് ഈ അൽഫാമൊക്കെ വാങ്ങി, ഒരു കഷ്ണം അൽഫാം വാങ്ങി, ആ ഒരു 1-2 അൽഫാമിൻ്റെ കഷ്ണം വാങ്ങണ പൈസക്ക് നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കഴിക്കാനുള്ള, എല്ലാവർക്കും മനസ്സറിഞ്ഞ് ആവോളം കഴിക്കാനുള്ളത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരിക്കലും നമുക്ക് ഫ്ലോപ്പായി പോകില്ല, നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ 2 കിലോ ചിക്കനിലേക്കാണ് ഈ ഒരു 100 ഗ്രാമിൻ്റെ അൽഫാം മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കുക, അപ്പോഴല്ലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ. അത് നമുക്ക് ആ ഒരു മസാല ബോക്സിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ആ ഒരു മെത്തേഡ് വായിച്ചു നോക്കുക. ചിലപ്പോൾ ചിലതിൽ ഉപ്പ് ചേർക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയ ഈ ഇതേൻ്റെ അൽഫാം മസാലയിൽ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ തൈരാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 മണിക്കൂർ അത് അവിടെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നല്ലോണം പിടിച്ച് കിട്ടും, മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നേരമില്ല, ഇങ്ങനെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറേ മണിക്കൂറൊന്നും വെക്കാനുള്ള നേരമില്ല. അപ്പോൾ ഞങ്ങളിതാ നല്ലോണം തേച്ചൊക്കെ വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതാ ഞാൻ
സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ ഇതുപോലെ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ട്, സൺഫ്ലവർ ഓയിൽ ചൂടായി വന്ന സമയത്ത് എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ട് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ കറുമുറാന്നൊന്നും വേണ്ട. നമുക്ക് അൽഫാമിൻ്റെ ആ ഒരു ഇത് നമുക്ക് അറിയാലോ, പാകം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ ഒന്ന് വെന്ത് ഒക്കെ 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് കനൽ, ചിരട്ടേൻ്റെ കനൽ ഒരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ നല്ലോണം പുക വരും. അപ്പോൾ ആ ഒരു പുക വരുന്ന സമയത്ത് അങ്ങോട്ട് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സ്മോക്കി എഫക്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ശരിക്കും പീടിയെന്ന് വാങ്ങുന്ന അൽഫാം പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണല്ലോ, അപ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. പിന്നെ ഇതാ നമ്മളെ മയനസ് അതിൻ്റെ ഇടയ്ക്ക് റെഡി ആക്കിക്കണേ, ഗ്രീൻ ചട്നിയും റെഡിയാക്കി, നമ്മൾ അൽഫാമും സെറ്റാണ്. അപ്പോഴത്തേക്ക് ഇതാ ചൂടോടെ പൊറാട്ടയും ഓർഡർ എടുത്തിട്ട് പൊറാട്ടയും വന്ന്. ഇനിയിപ്പോൾ നമുക്ക് രാത്രിത്തെ ഫുഡ് അങ്ങനെ എന്തായാലും സൂപ്പറായി, ഗംഭീരമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്. അൽഫാമിൻ്റെ ഒക്കെ ഒരു മൊഞ്ചുകൾ നോക്കി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ട്, കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് പണിയാണുള്ളത്? ഒരു പണിയില്ല. ഉള്ളി അരിയലോ തക്കാളി അരിയലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കലോ ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ശനിയാഴ്ച നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതങ്ങോട്ട് ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് സന്തോഷിച്ചിട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇതാ ഞായറാഴ്ച. ഇന്നിപ്പോൾ രാവിലെ ഇന്ന് രാവിലെ എണീറ്റത് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ. അമ്മേട്ടൻ വിളിച്ചതുമില്ല, അമ്മ അച്ഛനും വിളിച്ചതുമില്ല. അങ്ങനെ നേരം വൈകിട്ടാണ് എണീറ്റത്. അപ്പോൾ രാവിലത്തെ ആ ഒരു വൈബ് ഇന്നത്തെ വീഡിയോയിൽ മിസ്സിങ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ ഇതാ മുടിയൊക്കെ തോർത്തി തരാണ് കേട്ടോ. ആദ്യം കുറേ മുടിയുള്ള മോളല്ലേ, ഇനി ഇപ്പം ഇങ്ങനെ ആക്കി വെട്ടി ഇതാന്ന് പറഞ്ഞ് ഫുള്ള് സങ്കടപ്പാട് തന്നെ കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും അച്ഛൻ കത്രിക അടുത്തു കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കൂലേനി, അത്രയും മുടിയുണ്ടേനി. അതുപോലെ അച്ഛൻ താളിയൊക്കെ തേച്ച്, താളിയൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് ഞായറാഴ്ച അച്ഛൻ താളി ഉണ്ടാക്കി തന്നിരിക്കും. ഞങ്ങൾക്ക് മടിയായതിനെ കൊണ്ട് അങ്ങനെ തേക്കാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ തന്നെ ചെമ്പരത്തിയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് താളി ഉണ്ടാക്കി നല്ല ഉഷാറ് താളിയൊക്കെ ഉണ്ടാക്കി തരേനി കേട്ടോ. അങ്ങനെ കൊണ്ടുനടന്ന മുടി ആയതുകൊണ്ട് ആ മുടി അങ്ങനെ കാണാനുണ്ടേനി. ഇപ്പം ഇതെല്ലാം കൂടി വെട്ടി 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 ഇതെവിടെ വരെ എത്തിക്കണം. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് രാവിലെ, അത് നല്ലൊരു ഉഷാറാണ് കേട്ടോ. അമ്പലത്തിൽ പോയി രാവിലെ ആ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിൽ ഞാൻ പറയണ പോലെ കുറേ കാര്യങ്ങൾ അവിടെ അങ്ങോട്ട് ഇറക്കി വെച്ച പോലെയാണ്. നമുക്ക് ലൈഫ് ഒന്ന് എന്താ പറയുക, ഒന്ന് റീസ്റ്റാർട്ട് ബട്ടൺ, നമ്മളെ ഫോണൊക്കെ റീസ്റ്റാർട്ട് ബട്ടൺ അമർത്തിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ ഇങ്ങോട്ട് വന്ന് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തെ അച്ഛൻ തകൃതിയായിട്ട് പായസം ഉണ്ടാക്കണം. അപ്പോൾ ഈ പായസം അമ്പലത്തിലേക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ നേരത്തെ 2 മണിക്ക് എണീറ്റ് 3 മണിക്ക് പായസമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്തായാലും അമ്പലത്തിലേക്കുള്ള പായസമല്ല. അപ്പോൾ അങ്ങനെ ചോദിച്ച് വന്ന സമയത്താണ് ഇന്ന് നമ്മളെ അമ്മേൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞത്. അമ്മ അങ്ങനെ പറയൊന്നും ചെയ്യൂല കേട്ടോ, പിറന്നാളിൻ്റെ കാര്യങ്ങളൊന്നും പറയൊന്നുമില്ല. നമുക്കങ്ങനെ ഇഷ്ടമല്ല. അമ്മ പറയും എനിക്കിങ്ങനെ പിറന്നാൾ കഴിക്കണം, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ മാഞ്ഞാലക്കളിയൊന്നും വേണ്ടാന്ന് പറയും അമ്മ. അങ്ങനെയാണ് കേട്ടോ. ഒന്നാമത് ഞങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചതുകൊണ്ടായിരിക്കും, അല്ലാണ്ട് ഇപ്പം അങ്ങനെ ആഘോഷിക്കുന്നതിനൊന്നും ഇഷ്ടമില്ലായിട്ടൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ ഞങ്ങൾ അച്ഛൻ്റെ വക പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട് ഇവിടെ, അമ്പലത്തിൻ്റെ കുടുംബക്കാരൊക്കെ വന്നിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ എല്ലാവർക്കും കൊടുക്കാന്നുള്ളത് അമ്മ ഒരു പൂതി പറഞ്ഞപ്പോൾ അച്ഛൻ ഇതാ പായസമൊക്കെ റെഡിയാക്കണം. അച്ഛൻ്റെ നേതൃത്വത്തിൽ പായസം എന്താ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒരു കൈസഹായം എന്നുള്ള രീതിയിൽ പായസം എന്തായാലും അടിപൊളിയാവും നമുക്കറിയാം, അച്ഛൻ വെക്കണ പായസമാണ്. അപ്പോൾ എന്തായാലും ഞാനും കൂടി എൻ്റെ കൈയും കൂടി അതിലേക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പം മിൽക്ക് മെയ്ഡും കുറച്ച് നെയ്യൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഞാനും കൂടി ഉണ്ടേനി സഹായിക്കാൻ എന്നുള്ളത് നമുക്ക് നിന്ന് പറയാം. അനിയത്തി അവിടെ നിന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട്, ഓളിപ്പോൾ പായസമൊക്കെ റെഡിയായി വന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ലാസ്റ്റ് പറയുന്നത് ഇപ്പം ഞാൻ വെച്ച പായസമാണ്, അതിനാണ് ഓളെ കളി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ അടിപൊളി പായസം ഇതാ സെറ്റപ്പ് ആയിക്കണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനും അനിയനും കൂടി മീൻ വാങ്ങാൻ പോയിട്ടോ. അപ്പം ഞങ്ങൾ അത് ഓരങ്ങനെ വിളിച്ച് പറഞ്ഞ് അമ്മേൻ്റെ പിറന്നാളാണെന്ന് കേക്ക് വാങ്ങാമെന്നൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ഫുള്ള് സത്യം ചെയ്യലെന്നെ, ഞാനാണ് സത്യം, ഞാൻ കേക്ക് മുറിക്കൂല, ആയിട്ടാൽ ഒരു പരിപാടിയും വേണ്ട, ഇവിടെ പായസം വെച്ചിരിക്കണം, അതെന്നെ ധാരാളമാണ്, ഞാൻ എൻ്റെ പിറന്നാൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല, ഇനി ആഘോഷിക്കൂല, അങ്ങനെ എങ്ങനെ ഒന്നും പറയണ്ട, ഫുള്ള് ഞാനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പിടിച്ച് അമ്മേൻ്റെ സത്യമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നിവർത്തിയില്ല. അപ്പം അങ്ങനെ കേക്ക് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ്. അപ്പം പിന്നെ
അപ്പം അനിയത്തി പറഞ്ഞത് എന്തായാലും കേക്ക് അമ്മക്ക് ഇഷ്ടമില്ലാണ്ട് പിന്നെ മുറിക്കണ്ടല്ലോ, അപ്പം പിന്നെ എന്തായാലും കേക്ക് കഴിഞ്ഞാൽ അത് തിന്ന് അങ്ങോട്ട് കഴിയില്ല, അപ്പം നമുക്ക് സാരി വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഓളെ വക ഒരു സാരി, പിന്നെ ഞാനൊരു സാരി, പിന്നെ അമ്മക്ക് നിർബന്ധമായിട്ട് അന്നത്തെ ദിവസം ഞങ്ങളൊക്കെ മറന്നുപോയി. ഇപ്പം ഇത് ഞങ്ങൾ വന്നേരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അറിഞ്ഞ്, അല്ലെങ്കിൽ അമ്മക്ക് ആ ഒരു ആഗ്രഹം എല്ലാവർക്കും പായസം കൊടുക്കുക, എല്ലാവരും വരുന്നതല്ലേ, അപ്പം അങ്ങനെ ഒരു പായസം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അറിഞ്ഞെന്നല്ലാണ്ട് അങ്ങനെ ഇപ്പം ഞങ്ങളാണെങ്കിൽ ആരും അങ്ങനെ ഓർത്ത്, ഇപ്പം ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒന്നും ഞങ്ങളങ്ങനെ ബർത്ത്ഡേ ഒന്നും ആരും അങ്ങനെ ഓർത്ത് വെക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർക്കാണ്ട് പോയതാണ്. പക്ഷേ എപ്പോഴും അമ്മൻ്റെ ബർത്ത്ഡേ ഓർത്ത് അമ്മക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്ന ഒരാളുണ്ട്, അതാണ് അമ്മൻ്റെ അനിയത്തി. അപ്പം ആൻറ്റി ഇതാ ഇവിടെ ഹാജരായിക്കണം ഇന്നത്തെ ദിവസം. അപ്പം അതാണ് അമ്മ അതും പറഞ്ഞ് കുറേ കരഞ്ഞിട്ടോ, എത്ര കാലം ഇങ്ങനെ ഉണ്ടാവും ഇനിയൊന്നും അറിയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആൻറ്റി ഇത് അമ്മക്ക് കൊണ്ടുവന്ന സാരിയാണ് കേട്ടോ, അടിപൊളി സാരി. ഇത് അമ്മക്ക് ആൻറ്റി നട്ടെ ഞങ്ങൾ വിളിക്കുക, അമ്മൻ്റെ അനിയത്തിയാണ്. അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്നലെ അൽഫാം ഉണ്ടാക്കി നമ്മൾ ശനിയാഴ്ച രാത്രി അൽഫാമൊക്കെ കഴിച്ചില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോണ്ട് 2 കഷ്ണം എടുത്തിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടേക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അമ്മേ എന്തിനാ എടുത്ത് നിങ്ങൾ കൊണ്ടേക്കണം, ഞാൻ എന്നിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ട്, നിങ്ങളൊന്നും തിന്നണ്ട, നല്ലത് അന്നേരം തിന്നൂല, എന്നിട്ട് പഴയതാക്കിയിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത് തിന്നുക, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ അമ്മേനെ. അപ്പം അമ്മ അതൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പോണ്ട് ആൻറ്റി വന്നപ്പോൾ അതൊക്കെ ചൂടാക്കി കൊടുക്കണേ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചോദിച്ചേ അമ്മേനോട്, ഇത് നിങ്ങളെ അനിയത്തിക്ക് എടുത്ത് വെച്ചത് എനിയില്ലേ ഇന്നലെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഞാൻ എന്തൊക്കെ നിങ്ങളെ പറഞ്ഞു ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ട് പറഞ്ഞ്, അതാണ് സ്നേഹം, അണക്കാൻ്റെ അനിയത്തിനോട് സ്നേഹമില്ല, അതുപോലെ തന്നെയാണ് എനിക്കറിയാം ഇന്നത്തെ ദിവസം ഓള് വരും എന്നുള്ളത്. അപ്പോൾ ഓക്ക് എടുത്ത് വെച്ചതാണ് ഞാൻ ഇന്നലെ. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പം നിങ്ങൾ ചോദിക്കില്ലേ ആൻറ്റി എന്തിനപ്പം നാളെ വരുന്നത്, ആൻറ്റി ഇങ്ങനെ ചോദിക്കൂലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് ഞാൻ, എനിക്കറിയാം ഇന്നത്തെ ദിവസം ഓള് എത്തും എന്നുള്ളത്, അങ്ങനെ ഓക്ക് എടുത്ത് വെച്ചതാന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ എനിക്കും ശരിക്കും കണ്ണിന്ന് വെള്ളം വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ആൻറ്റി കൂടി വന്നപ്പോൾ സന്തോഷം കൂടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഗതി, പ്രതീക്ഷിക്കാണ്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ചോറുന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഏട്ടന് പല്ലുവേദന വന്നത്. പല്ലുവേദന വന്നതോടുകൂടി ഒരു നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ ഇനി ഏട്ടൻ. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്നും പറഞ്ഞിട്ട്, പല്ലുവേദനയൊക്കെ വന്നാൽ പിന്നെ പറയണ്ടല്ലോ, സഹിക്കാൻ കഴിയാത്തൊരു വേദനയാണ് പല്ലുവേദന. അപ്പോൾ അതെനിക്കറിയാം ആ വേദനേൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം മീറ്റിങ്ങിൻ്റെ സമയം ആവണുള്ളൂ, 2:30ക്കാണ് മീറ്റിംഗ് തുടങ്ങുക. അപ്പോൾ എല്ലാവരും കൂടി എത്തി വരുമ്പോഴത്തേക്ക് എന്തായാലും 3-3:15 ആവും. അതുവരെ ഏട്ടൻ എന്തായാലും നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്കും മനസ്സിലായി. അത്രയും വേദന ഉണ്ടെങ്കിലേ പറയുള്ളൂ വേദന ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ ഞങ്ങൾ വേഗം തിരിച്ചു പോരുകയാണ്. അപ്പോൾ തിരിച്ചിപ്പോൾ പെട്ടെന്നായിപ്പോയല്ലോ തിരിച്ച് പോരണമെന്ന് പറയാം. അപ്പോൾ ഒരു കണക്കിന് അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് പോരുന്നതാണ് നല്ലത്. കുറച്ച് സമയം എടുത്തിട്ട് പോണല്ലോ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ മനസ്സിൽ പിന്നെയും സങ്കടം അധികമാവുക ചെയ്യാം. അപ്പോൾ പിന്നെ എന്തായാലും വേഗത അമ്മേനോട് അച്ഛനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴുള്ള അമ്മേൻ്റെ മുഖം ഉണ്ടല്ലോ, അത് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത്, ഞാൻ ഈ വീഡിയോ തുടങ്ങണ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ വോയിസ് ഓവർ എടുക്കാനിരിക്കുന്ന സമയത്ത് മൂഡ് ഓഫിലാണെന്ന്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, കാറിലിരുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ പാട്ട് വെക്കാൻ സമ്മതിക്കില്ല, അധികം വർത്താനം പറയാൻ സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കില്ല കേട്ടോ. ഭയങ്കര ഒരു മൂശേട്ട സ്വഭാവമായിരിക്കും എനിക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു സമയത്ത്. അത് ഏട്ടൻ പറയും ചെയ്യും, അങ്ങോട്ട് പോണ പോലെയല്ലേ ഇങ്ങോട്ട് വരിക എന്ന് പറയും. പിന്നെ ഫുള്ളൊരു മൂഡ് ഓഫ് പോലെ ആയിരിക്കും. അപ്പം അങ്ങനെ പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അതൊക്കെ ആയിട്ട് പിന്നെ കുട്ടികൾക്ക് നാളെ സ്കൂളിൽ പോകേണ്ട തിരക്കപ്പാടും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ബിസി ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. കാറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ അച്ഛനും അമ്മയും പോരുമ്പോഴതൊക്കെ ഇങ്ങനെ ഓരോ മുഖമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. പിന്നെ ഞാൻ സമാധാനിക്കുക എന്താണെന്ന് വെച്ചാൽ, നമുക്കൊന്നുമില്ലെങ്കിൽ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ദൂരത്താണല്ലോ, എത്താൻ പറ്റാത്ത ദൂരത്തുള്ള എത്ര ആൾക്കാരുണ്ട്, പ്രവാസികളായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അല്ലേ. ഈ അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടിട്ട് കാലങ്ങളായിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ സങ്കടങ്ങളൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഒന്ന് വീട്ടിൽ പോകണം അച്ഛനെയും അമ്മേനെയും കാണണം എന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പറോട് വരെ അഭിപ്രായം ചോദിച്ച് അല്ലെങ്കിൽ സമ്മതം വാങ്ങി പോകേണ്ട അങ്ങനത്തെ കൂട്ടരും ഉണ്ട് അല്ലേ. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടി അവിടെ എത്താൻ നമ്മളെ സ്വന്തം വീട്ടിലെത്തണമെങ്കിൽ അങ്ങനെ സമ്മതം വാങ്ങിച്ച് പോകേണ്ട ഗതികേടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ അക്കാര്യത്തിലൊക്കെ ഞാൻ ശരിക്കും എത്രയോ ഭാഗ്യവതിയാണ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ആദ്യമൊക്കെ കുറച്ചൊന്ന് ഡിമാൻഡ് ഇടും ഏട്ടനെന്നുണ്ടെങ്കിലും, ചില സമയം കുറേയൊക്കെ ആയി അച്ഛനെയും അമ്മേനെയും കാണാൻ കുറേ ദിവസമായി എന്നുണ്ടെങ്കിൽ ഏട്ടൻ ഇങ്ങോട്ട് തന്നെ പറയട്ടോ, അനക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയൊന്നും കാണണ്ടേ, അനക്ക് അങ്ങോട്ട് പോകണ്ടേ, ഞങ്ങളെന്തായാലും പോകുന്നുണ്ട്, ഇജ്ജ് വരുന്നുണ്ടോ എന്ന് ചോദിക്കും.
അപ്പം ഞാനിന്ന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ 2-ാം തീയതി ഇന്നത്തെ ദിവസത്തെ വീട്ടിലൊക്കെ പോയി തിരിച്ച് നമ്മൾ വടകര നമ്മളെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു മൂഡ് ഓഫിൽ വോയിസ് ഓവറൊക്കെ കൊടുത്ത് തുടങ്ങി. പക്ഷേ വീഡിയോ അവസാനിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മൂഡ് ഓഫൊക്കെ ഒന്ന് മാറി. നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിഞ്ഞപ്പം മൂഡ് ഓഫൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആക്റ്റീവ് ആവണം. നാളെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾക്ക് നിൽക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് സെറ്റാക്കി വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ 2 ദിവസത്തെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും കൂടിയുള്ള നമ്മളെ കുറച്ച് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.